Hello everyone, welcome back to LK Group of Educational Services. അപ്പോൾ നമ്മുടെ പഴയ വീഡിയോസിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഹരപ്പൻ സിവിലൈസേഷനെ കുറിച്ചായിരുന്നു. നമ്മൾ പ്രീ ഇന്ത്യൻ ഹിസ്റ്ററി ആയിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹരപ്പൻ സിവിലൈസേഷൻ ആയിരുന്നു നമ്മൾ സോ ഫാർ നമ്മുടെ ലാസ്റ്റ് വീഡിയോസിൽ ഡിസ്കസ് ചെയ്തിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അതിനെക്കുറിച്ചുള്ള ബാക്കി ഡീറ്റെയിൽസ്, ഹരപ്പൻ സിവിലൈസേഷൻ നമുക്ക് 1-2 വീഡിയോസിൽ കവറപ്പ് ചെയ്യാൻ പറ്റുന്നൊരു പോർഷൻ അല്ല. അതുകൊണ്ട് തന്നെ കുറേ പാർട്സ് നിങ്ങൾക്ക് തോന്നും ഇത് ഭയങ്കര വാസ്റ്റ് ആണെന്ന് തോന്നും. പക്ഷേ ദിസ് ഇസ് വർത്ത് ഇറ്റ്. കാരണം ഹരപ്പൻ സിവിലൈസേഷൻ നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ തന്നെ മോസ്റ്റ്ലി നമ്മുടെ ഇന്ത്യയിലുള്ള, അതായത് ഇൻഡസ് വാലിയുടെ മേജർ പാർട്സ് ഒക്കെ നമ്മളിവിടെ കവർ ചെയ്തു പോകുന്നുണ്ട്. സോ വിൽ ഗെറ്റ് ബാക്ക് ഇൻ ടു അവർ ക്ലാസ്. വിൽ കണ്ടിന്യൂ വിത്ത് ഹരപ്പൻ സിവിലൈസേഷൻ. Prehistoric India and the Harappan culture part 4. സൊസൈറ്റി ആൻഡ് പൊളിറ്റിക്കൽ സിസ്റ്റം. നമ്മൾ എങ്ങനെയായിരുന്നു അവരുടെ ടൗൺ പ്ലാനിങ്, എന്തായിരുന്നു അവരുടെ സിഗ്നിഫിക്കൻസ്, എന്തായിരുന്നു അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ്, ഇതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് എങ്ങനെയായിരുന്നു അവരുടെ സൊസൈറ്റി, എന്തായിരുന്നു അവരുടെ പൊളിറ്റിക്കൽ സിസ്റ്റം. നമുക്ക് വി ഡോണ്ട് നോ, ലൈക്ക് വി ആർ നോട്ട് ലിവിങ് ബാക്ക് ദെൻ. അതുകൊണ്ട് വി കാൻ ജനറലി നമുക്ക് പോയി പറയാൻ പറ്റില്ല ദിസ് ഇസ് വാട്ട് ഇറ്റ് വാസ് ഹാപ്പനിങ് ദർ. പക്ഷെ എന്നാൽ പോലും നമുക്ക് അവിടെ നിന്ന് കിട്ടിയിരിക്കുന്ന റെക്കോർഡ്സ്, അല്ലെങ്കിൽ നമുക്ക് അവിടെ നിന്ന് കിട്ടിയിരിക്കുന്ന നമ്മൾ കണ്ടുവന്ന ആർക്കിടെക്ചറൽ ഇതൊക്കെ വെച്ച് നമുക്കൊരു ബേസിക് ഐഡിയ അല്ലെങ്കിൽ ഒരു ഹൈപ്പോത്തറ്റിക്കൽ ബിലീഫ് നമുക്ക് എന്തായാലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് വെച്ചിട്ടാണ് നമ്മൾ അവിടുത്തെ പൊളിറ്റിക്കൽ സിസ്റ്റം എന്തായിരുന്നു എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നോക്കുന്നത്. Archaeological records provide no immediate answer regarding a center of authority or depiction of people in power in Harappan society. അപ്പോൾ ആർക്കിയോളജിക്കൽ റെക്കോർഡ്സ് എന്താണ്? റെക്കോർഡ്സ് പ്രൊവൈഡ് നോ ഇമ്മീഡിയറ്റ് ആൻസർ എന്നാണ് അവർ പറയുന്നത്. അതായത് ആ റെക്കോർഡ്സ് വെച്ച് നമുക്ക് ഒരു പ്രോപ്പർ കൺക്ലൂഷനിലേക്ക് എത്താൻ പറ്റില്ല ഇതായിരുന്നു സിസ്റ്റം എന്ന്. പക്ഷേ ഹൈപ്പോത്തറ്റിക്കലി വി ക്യാൻ. The extraordinary uniformity of Harappan artifact is evident in pottery, seals, weights and bricks with standardized size and weight. അപ്പോൾ നമ്മൾ എന്തിൽ നിന്നാണ് അവിടെ ഒരു പ്രോപ്പർ സിസ്റ്റം ഉണ്ടായിരുന്നു എന്ന് കൺക്ലൂഡ് ചെയ്യുന്നത്? നമ്മൾ അവിടുത്തെ ഹരപ്പൻ ആർട്ടിഫാക്ട്സ് എടുത്തു കഴിഞ്ഞാൽ, പോട്രി എടുത്തു കഴിഞ്ഞാൽ അവരുണ്ടാക്കിയിരുന്ന പോട്രി, ഇപ്പോൾ എന്താ പറയുക, കുടങ്ങളാണെങ്കിലും പാത്രങ്ങളാണെങ്കിലും എല്ലാത്തിനും ഒരു യൂണിഫോമിറ്റി ഉണ്ടായിരുന്നു. ഈവൻ ദോ പല ആർട്ടിസൻസ് ആണ് അത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ പോലും ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള സിംബോളിക്, അതിൻ്റേതായിട്ടുള്ള സിസ്റ്റമാറ്റിക് ഒരു ഫോർമുലേഷൻ നമുക്ക് കാണാൻ പറ്റും. അതിപ്പോൾ നമ്മൾ പോട്രി എടുത്താലും, നമ്മൾ സീൽസ് എടുത്താലും, നമ്മൾ അതിൻ്റെ വെയ്റ്റ്സ് എടുത്താലും, ഈവൻ നമ്മുടെ കൺസ്ട്രക്ഷൻ്റെ ബ്രിക്സ് എടുത്താലും ആ ഒരു യൂണിഫോമിറ്റി നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് നമുക്ക് എന്ത് പ്രിസ്യൂം ചെയ്യാം? നമുക്ക് അവിടെ ഒരു സിസ്റ്റമാറ്റിക് സിസ്റ്റം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് പ്രിസ്യൂം ചെയ്യാം. സജസ്റ്റിംഗ് സം ഫോം ഓഫ് അതോറിറ്റി ആൻഡ് ഗവർണൻസ്. ഒബ്വിയസ്ലി ഇത്ര പേരത്തെ ആൾക്കാർ ഒരുമിച്ച് കൊണ്ടുവരണമെങ്കിൽ അവിടെ ഒരു പ്രോപ്പർ ഗവർണൻസ് ഇല്ലെങ്കിൽ ഒരിക്കലും അങ്ങനെ ഒരുമിച്ച് ഒരു ക്ലാസ് ഓഫ് പീപ്പിളിനെ കൊണ്ടുവരാൻ പറ്റില്ല. ദർ മസ്റ്റ് ബി സം കൈൻഡ് ഓഫ് എ ലീഡർ ഓർ സം കൈൻഡ് ഓഫ് എ പേഴ്സൺ ഹു ട്രൈ ടു സിഗ്നിഫൈ ഇറ്റ്. അതുകൊണ്ട് തന്നെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ഒരു പെർസ്പെക്റ്റീവിൽ കൂടെയാണ് നമ്മൾ നമ്മുടെ കൺക്ലൂഷനിലേക്ക് എത്താൻ നോക്കുന്നത്. Over time, 3 major theories have developed concerning Harappan governance or system of rule. അപ്പോൾ നമുക്കറിയാം ഒരു പ്രോപ്പർ സിഗ്നിഫിക്കൻറ്റ് ഡെഫിനേഷൻ ഇല്ലെങ്കിൽ എപ്പോഴും നമ്മൾ ഹൈപ്പോത്തസിസിലായിരിക്കും കൂടുതൽ റിലൈ ചെയ്യുന്നത്. അപ്പോൾ 3 മേജർ തിയറീസ് ആണ് ഹരപ്പൻ സിവിലൈസേഷനെ കുറിച്ച് കൺക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഏതൊക്കെയാണെന്നല്ലേ? The first is that there was a single state encompassing all the communities of the civilization. Given the similarity in artifacts, the evidence of planned settlement, the standardized ratio of brick size, and the apparent establishment of settlement near sources of raw material. അപ്പോൾ ആദ്യത്തെ മേജർ തിയറി എന്തായിരുന്നു? ഫസ്റ്റ് മേജർ തിയറി എന്ന് പറയുന്നത് അവിടെ ഒരു സിംഗിൾ സ്റ്റേറ്റ് ആയിരുന്നു. ഹരപ്പൻ സിവിലൈസേഷനിൽ ഒരു സിംഗിൾ സ്റ്റേറ്റ് ആയിരുന്നു. അവിടെ ആ ഒരു സിവിലൈസേഷൻ എല്ലാ കമ്മ്യൂണിറ്റിയും ഒത്തുകൂടിയിരുന്നു. അവിടെ എന്ന് പറയുന്നത് കാരണം എന്താ വെച്ചാൽ നമുക്കൊരു സർട്ടൻ ഏരിയയിൽ നിന്ന് ഒരേപോലത്തെ ആർട്ടിഫാക്ട്സ്, അതേപോലെ തന്നെ ഒരേപോലത്തെ സെറ്റിൽമെൻറ്റ് നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ പല എവിഡൻസുകൾ നമുക്ക് കാണാൻ പറ്റും. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും ഒരു കമ്മ്യൂണിറ്റി രീതിയിൽ അവരെല്ലാവരും ഒത്തുകൂടിയിരുന്നു, അല്ലെങ്കിൽ ഒരു രീതിയിൽ ഫോർമുലേറ്റ് ചെയ്തിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവും. അത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഈവൻ ഒരു ഏരിയ, ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ഓരോ വീടിൻ്റെ ബ്രിക്ക് സൈസിൻ്റെ റേഷ്യോ പോലും എല്ലാം അക്യുറേറ്റ് ആയിരുന്നു. അതായത് നമുക്ക് പറയാം ഓരോ വീടുകളും ഓരോരുത്തര പണിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിക്ക് റേഷ്യോസ് ഒന്നും ഒരിക്കലും സെയിം ആയിരിക്കില്ല, പക്ഷെ എല്ലാത്തിനും സിമിലർ റേഷ്യോസ് ആയിരുന്നു. അപ്പോൾ അവിടെ ഒരു കമ്മ്യൂണിറ്റി സർവീസ് നടന്നിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായിരുന്നു ഫസ്റ്റ് തിയറി. അതേപോലെ തന്നെ അവരുടെ സെറ്റിൽമെൻറ്റ്, അവർ റോ മെറ്റീരിയൽസ്, അവർക്ക് വെള്ളം, നമുക്കറിയാം വാട്ടർ സോഴ്സസ്, അങ്ങനെ എല്ലാം നോക്കിയിട്ടായിരുന്നു അവരുടെ സെറ്റിൽമെൻറ്റ്. അപ്പോൾ അതൊക്കെ പ്ലാൻ ചെയ്ത് അവരെ ആ ഒരു ഇതിലേക്ക് എത്തിക്കാൻ അവിടെ എന്തായാലും ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു സിസ്റ്റം ഉണ്ടായിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ആ സിസ്റ്റം ഇല്ലെങ്കിൽ ഒരിക്കലും അത്രയും പേരത്തെ ആൾക്കാരെ ഒരുമിച്ച് അവർക്ക് കൊണ്ടുവരാൻ പറ്റില്ല.
The second theory posits that there was no single ruler but a number of them representing each of the urban centers including Mohenjo-daro, Harappa and other communities. Second theory എന്ന് പറയുന്നത് ഫസ്റ്റ് തിയറിയിൽ അവിടെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ സെക്കൻഡ് തിയറിയിൽ അവർ പറയുന്ന ഒരു റൂളർ ആയിരുന്നില്ല, പല പല റൂളർ. അതായത് ഇപ്പോൾ നമ്മൾ മൊഹൻജൊദാരോ എടുക്കുകയാണെങ്കിൽ, ഹരപ്പ എടുക്കുകയാണെങ്കിൽ, അങ്ങനെ ഓരോ ഏരിയാസിലും ഓരോ കമ്മ്യൂണിറ്റീസായി ഡിവൈഡ് ചെയ്ത് അവർക്ക് ഓരോ ഹെഡ് ഉണ്ടായിരുന്നു എന്നാണ് സെക്കൻഡ് തിയറി പറയുന്നത്. അല്ലാതെ ഒരു കിങ് സിസ്റ്റം അല്ലെങ്കിൽ ഒരു വൺ റൂളർ സിസ്റ്റത്തിൻ്റെ അണ്ടറിലല്ല എല്ലാവരും കമ്മ്യൂണിറ്റി മൊത്തമായിട്ട് വന്നിരുന്നത്. കമ്മ്യൂണിറ്റി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് സെഗ്രിഗേറ്റ് ചെയ്തിട്ട് അവർക്ക് ഹെഡ് കൊടുത്ത് അവർ ഓരോ കമ്മ്യൂണിറ്റീസ് ഹാൻഡിൽ ചെയ്തിരുന്നു എന്നാണ് സെക്കൻഡ് തിയറി പറയുന്നത്. Finally, experts have theorized that the Indus Valley civilization had no ruler as we understand the concept of ruler today, with everyone enjoying equal status. മൂന്നാമത് എന്താ പറയുന്നത്, അതായത് ഒരു റൂളറും ഉണ്ടായിരുന്നില്ല, കമ്മ്യൂണിറ്റി റൂളറും ഉണ്ടായിരുന്നില്ല, ഒരു ഹോൾ സിവിലൈസേഷൻ, ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുന്ന ഹോൾ സിവിലൈസേഷനും റൂളർ ഉണ്ടായിരുന്നില്ല. അവരെല്ലാവരും ഹാർമോണിക്കലി അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്ത് എല്ലാവരും ഈക്വലായി ട്രീറ്റ് ചെയ്ത് എല്ലാവരും ഒരുമിച്ച് ഹാർമോണിക്കലി ജീവിച്ചിരുന്നു എന്നാണ് പറയുന്നത്. കാരണം ഇപ്പോഴാണ് നമുക്കൊരു റൂളർ സിസ്റ്റം അതേപോലെ തന്നെ ആ ഒരു ഹൈറാർക്കിയൊക്കെ കൂടുതലും വന്ന് കണ്ടിരിക്കുന്നത്. ആ കാലഘട്ടങ്ങളിൽ അതൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് മൂന്നാമത്തെ തിയറി പറയുന്നത്. ക്രാഫ്റ്റ്, ടെക്നോളജി ആൻഡ് ആർട്ടിഫാക്റ്റ്. നമ്മളൊരു സൊസൈറ്റി എടുക്കുമ്പോൾ ക്രാഫ്റ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ ഏതൊരു ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻസ് എടുത്താലും പല എക്സ്കവേഷൻസും ഈ ക്രാഫ്റ്റ് മെറ്റീരിയൽസ് ആണ്, പോട്രീസ് ആണ്. കാരണം ഇതാണ് അവരുടെ സൊസൈറ്റീനെ സിഗ്നിഫൈ ചെയ്യുന്ന ഒരു എലമെൻ്റായി മാറിക്കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്രാഫ്റ്റ് അതേപോലെ ആർട്ടിഫാക്ട്സ് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്കറിയാം. പിന്നെ ടെക്നോളജി, നമ്മൾ പലരെയും വണ്ടറാക്കുന്ന ടെക്നോളജീസാണ് നമ്മൾ പണ്ട് കാലങ്ങളിൽ എക്സ്കവേഷനിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നത്. കാരണം ഇപ്പോൾ ഒരു വീൽ ഇൻവെൻറ്റ് ചെയ്താണെങ്കിലും നമുക്കറിയാം പല സൗത്ത് ഇന്ത്യയിലെ പല ടെമ്പിൾസിൻ്റെ മേലെ ഹെവി സ്റ്റോൺസ് സിറ്റുവേറ്റ് ചെയ്യുന്നുണ്ട്. എങ്ങനെ ആ സ്റ്റോൺ അതിൻ്റെ മേലെത്തി, എത്ര കിലോ ഉള്ള ആ സ്റ്റോൺ എങ്ങനെ ഇവിടം വരെ എത്തിച്ചു, ഒരു കാട്ട് വെച്ച് പുള്ളിയാൻ പറ്റില്ല. ഒരു എലിഫൻ്റ് ആണെങ്കിലും എലിഫൻറ്റിൻ്റെ എന്താ പറയുക ഇത് വെച്ചിട്ട് ആ സ്റ്റോൺ പുള്ളിയാൻ പറ്റില്ല. ആ സ്റ്റോൺ എങ്ങനെ ഇപ്പോൾ എന്താ പറയുക ഫേമസ് തമിഴ്നാടു ടെമ്പിൾസിൻ്റെ ഏറ്റവും ഹെഡിലൊക്കെ ആ സ്റ്റോൺസ് എങ്ങനെ എത്തിച്ചു എന്നൊക്കെയുള്ള പല ക്വസ്റ്റ്യൻസ് ഉണ്ട്. കാരണം വർഷങ്ങൾക്ക് പഴക്കമുള്ള അമ്പലങ്ങളിൽ ഇപ്പോഴത്തെ ടെക്നോളജി പോലും ഇല്ലാണ്ട് എങ്ങനെ കൺസ്ട്രക്ഷൻസ് ഒക്കെ അവർ എസ്റ്റാബ്ലിഷ് ചെയ്തു. ഇപ്പോഴും നമ്മൾ പല ടെമ്പിൾസ് ആണ് ഏറ്റവും കൂടുതൽ നമുക്ക് സൗത്ത് ഇന്ത്യയിൽ സിഗ്നിഫൈ ചെയ്യാൻ പറ്റുക. പല ടെമ്പിൾസ് കൊടുക്കുമ്പോൾ അതിലുള്ള സ്റ്റോൺ വർക്ക്സ് ഒക്കെ നോക്കുമ്പോൾ എല്ലാം ആക്യുറേറ്റ് ആണ്. അത്ര ആക്യുറസി എങ്ങനെ കൊണ്ടുവന്നു, അതൊക്കെ നമ്മൾ ഭയങ്കര വണ്ടർ ചെയ്യിപ്പിക്കുന്നു. നമ്മൾ പലരും നമ്മുടെ പഴയ ഇതുകളെ അല്ലെങ്കിൽ പഴയ ഹിസ്റ്ററിനെ ആണെങ്കിലും സിവിലൈസേഷൻ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ആണ് ചെയ്യുന്നത്. കാരണം ഇപ്പോൾ നമ്മളുള്ള ടെക്നോളജി എന്ന് പറഞ്ഞാൽ കൂടുതലും റോബോട്ടിക് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആയിരിക്കും. പക്ഷെ അന്ന് കാലത്ത് മാൻ സ്ട്രെങ്ത്തും ഇതൊക്കെ വെച്ച് മാൻ പവറൊക്കെ വെച്ചിട്ട് അവർ ഇത്രത്തോളം ചെയ്തിരുന്നെങ്കിൽ ദ ബ്രെയിൻ വാസ് സംതിങ് എൽസ്. അപ്പോൾ നമ്മൾ ഒരിക്കലും അവർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല എന്നാണ് നമ്മളെ ഹിസ്റ്ററി എപ്പോഴും പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ ക്രാഫ്റ്റ്, ടെക്നോളജി ആൻഡ് ആർട്ടിഫാക്റ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് നമ്മളൊരു സിവിലൈസേഷനെ കുറിച്ച് പഠിക്കുമ്പോൾ. The Indus Valley civilization is the earliest known culture of the Indian subcontinent of the kind now called urban or centered on large municipalities, and the largest of the four ancient civilizations, which also include Egypt, Mesopotamia and China. Indus Valley civilization എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഏറ്റവും ഏർലിയസ്റ്റ് സിവിലൈസേഷൻ എന്നാണ് പറയുന്നത്. കാരണം കൾച്ചേർഡ് ഏർലിയസ്റ്റ് സിവിലൈസേഷൻ. നമുക്ക് വേറെ സിവിലൈസേഷൻസ് ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ ഒരു അർബനിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒരു മോഡേണിറ്റി അല്ലെങ്കിൽ കൾച്ചർ പോലെ വേറൊന്നിലും കാണാൻ പറ്റില്ല. അത്ര ഡെവലപ്ഡ് ആയിരുന്നു ഇൻഡസ് വാലി സിവിലൈസേഷൻ. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ നമ്മുടെ സബ് കോണ്ടിനെൻ്റ് എടുക്കുകയാണെങ്കിൽ തന്നെ ഇൻഡസ് വാലി സിവിലൈസേഷൻ ഒരു ഏർബൻ സിവിലൈസേഷൻ. ഇപ്പം നമ്മൾ കാണുന്ന സിറ്റി പോലത്തെ മുനിസിപ്പാലിറ്റീസ് അങ്ങനെയൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന അത്രയും കീനായിട്ടുള്ള സിസ്റ്റംസ് ഉണ്ടായിരുന്ന ഒരു സിവിലൈസേഷൻ ആയിരുന്നു ഇൻഡസ് വാലി സിവിലൈസേഷൻ. അതുകൊണ്ട് തന്നെയാണ് അതിനൊരു ഏർബൻ ഫോർമലൈസ്ഡ് ആയിട്ട് കാണുന്നത്. പിന്നെ അത് മാത്രമല്ല അതായത് നമുക്കറിയാം നമ്മുടെ ലോകത്ത് പല ലാർജസ്റ്റ് ഏൻഷ്യൻ സിവിലൈസേഷൻസ് ഉണ്ടായിരുന്നു. മെസപ്പൊട്ടേമിയ എടുക്കുകയാണെങ്കിൽ ഇൻഡസ് വാലി ചിലപ്പോൾ അതിൻ്റെ അടുത്ത് പോലും വരില്ല. പക്ഷേ എന്നാൽ പോലും അതിൻ്റെ അത്ര ലെവലൂർന്ന ഒരു സിവിലൈസേഷൻ ആയിരുന്നു നമ്മുടെ ഇൻഡസ് വാലി സിവിലൈസേഷൻ. മെസപ്പൊട്ടേമിയയിൽ കണ്ടിരുന്ന ഡെവലപ്മെൻറ്റ് പോലെ മെസപ്പൊട്ടേമിയൻ സിസ്റ്റം പോലെ തന്നെ ഇൻഡസ് വാലി സിവിലൈസേഷനും വളരെ സ്ട്രോങ് ആയിരുന്നു. The society of the Indus River Valley has been dated from the Bronze Age, the period from approximately 3300 to 1300 BCE. അപ്പോൾ നമ്മുടെ ഇൻഡസ് വാലി സിവിലൈസേഷൻ അല്ലെങ്കിൽ ഇൻഡസ് റിവറിൻ്റെ അവിടെയുള്ള സെറ്റിൽമെൻറ്റ് എത്ര ഇതിലേക്കാണ് ഡേറ്റ് ബാക്ക് ചെയ്യുന്നത് ബ്രോൺസ് ഏജിലേക്കാണ്. നമുക്കറിയാം സ്റ്റോൺ ഏജ്, അയൺ ഏജ്, ബ്രോൺസ് ഏജ് ഒക്കെ നമുക്കറിയാം. അപ്പോൾ ഇതിൽ ബ്രോൺസ് ഏജിലേക്കാണ് ആ ഒരു സിവിലൈസേഷൻ ഫോർമുലേറ്റ് ചെയ്തിട്ടുണ്ടാവുക എന്നാണ് കണക്കാക്കുന്നത്. അതിൻ്റെ വർഷം എന്ന് പറയുന്നത് 3300 to 1300 BCE എന്നാണ് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്.
It was located in modern-day India and Pakistan, cover an area as large as Western Europe. നമ്മളിപ്പോൾ വിചാരിക്കും ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുന്നത് ഇന്ത്യയിൽ മാത്രമാണെന്ന്. ഇന്ത്യയിൽ ഇപ്പോൾ നമ്മൾ കോട്ട്ലിജി അല്ലെങ്കിൽ എന്താ പറയുക ലോത്തലൊക്കെ എടുക്കുന്ന ഗുജറാത്ത് രാജസ്ഥാൻ ആ ഒരു ഏരിയ എടുക്കുകയാണെങ്കിൽ പോലും അതിനേക്കാളും വാസ്റ്റ് ആയിട്ടാണ് പാകിസ്ഥാനിൽ കവർ ചെയ്ത് കിടക്കുന്നത്. ഇപ്പോഴത്തെ നമ്മളൊരു വെസ്റ്റേൺ യൂറോപ്പിൻ്റെ സൈസ് എടുക്കുകയാണെങ്കിൽ അത്രത്തോളം ഉണ്ടായിരുന്നു ഇൻഡസ് വാലി സിവിലൈസേഷൻ. നമുക്ക് ഇന്ത്യ വെച്ച് മാത്രം കണക്കാക്കാൻ പറ്റില്ല, കാരണം പാകിസ്ഥാനിലേക്ക് അത് സ്പ്രെഡ് ചെയ്ത് കിടക്കുകയാണ്. ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ സെറ്റിൽമെൻറ്റ് എവിടെയാണെന്ന് നോക്കി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കറന്റ് സിനാരിയോയിൽ അത് പാകിസ്ഥാനിലാണ്. കാരണം പാകിസ്ഥാനിലാണ് നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ പോലും അതിനേക്കാളും 2 ഇരട്ടി പാകിസ്ഥാനിലാണ് സെറ്റിൽമെന്റ് വരുന്നത്. Harappa and Mohenjo-daro were the 2 great cities of the Indus Valley civilization, emerging around 2600 BCE along with Indus River Valley in the Sindh and Punjab province of Pakistan. അപ്പോൾ ഹരപ്പ ആൻഡ് മൊഹൻജൊദാരോ എന്ന് പറയുന്ന ഇൻഡസ് വാലി സിവിലൈസേഷനിൽ ഏറ്റവും ഡെവലപ്ഡ് ആയിട്ടും ഏറ്റവും urbanized ആയിട്ടുള്ള 2 സിറ്റി ആയിരുന്നു ഹരപ്പ ആൻഡ് മൊഹൻജൊദാരോ. ഇതെന്ന് പറയുന്നത് ഗ്രേറ്റസ്റ്റ് സിറ്റീസ് ഓഫ് ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്നും അറിയപ്പെടുന്നുണ്ട്. ഇതെന്ന് പറയുന്നത് ഈ 2 സിവിലൈസേഷൻ അല്ലെങ്കിൽ ഈ 2 സിറ്റീസ് എമേർജ് ചെയ്തിരുന്നു എന്ന് കണക്കാക്കുന്നത് 2600 BCE-ലാണ്. അതേപോലെ തന്നെ ഇതിന്റെ സെറ്റിൽമെന്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ഇൻഡസ് റിവർ വാലിയുടെ, അതായത് ഇപ്പോൾ പാകിസ്ഥാനിൽ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്ന അതായത് സിന്ധ് ആൻഡ് പഞ്ചാബ് പ്രൊവിൻസസ്, അതായത് പാകിസ്ഥാനിൽ നമുക്കറിയാം ഒരു പഞ്ചാബാണ്, സിന്ധും പഞ്ചാബിന്റെയും പ്രൊവിൻസസ് ആയിട്ടുള്ള പാകിസ്ഥാനിൽ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നതിലാണ് നമ്മുടെ ഹരപ്പയുടെയും മൊഹൻജൊദാരോയുടെയും മേജർ സിറ്റീസ് വരുന്നത്. Their discovery and excavation in the 19th and 20th century provided important archaeological data regarding the civilization's technology, art, trade, transportation, writing and religion. അറൗണ്ട് എന്താ പറയുന്നത്, നമ്മൾ 19th and 20th സെഞ്ചുറിയിൽ നടന്ന എക്സ്കവേഷൻസിലാണ് നമുക്ക് നമ്മുടെ ഇൻഡസ് വാലി സിവിലൈസേഷനിലേക്ക് അല്ലെങ്കിൽ ഹരപ്പ മൊഹൻജൊദാരോയിലേക്ക് കണക്ട് ചെയ്യുന്ന ടെക്നോളജിയും ആർട്സും ട്രേഡിൻ്റെയും ഒക്കെ ആർട്ടിഫാക്ട്സ് നമുക്ക് കണ്ടെത്താൻ പറ്റിയത്. Technology. The people of the Indus Valley achieved many notable advances in technology, including great accuracy in their system and tool for measuring length and mass. നമ്മൾ ഇനി ടെക്നോളജി എടുക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചല്ല നമ്മൾ സംസാരിക്കുന്നത്, പക്ഷേ ഓരോ ബ്രിക്കിൻ്റെ സൈസ് എടുക്കുകയാണെങ്കിൽ പോലും ഓരോ വീടിൻ്റെ കൺസ്ട്രക്ഷൻ എടുക്കുകയാണെങ്കിൽ പോലും നമുക്കറിയാം അവരുടെ സ്ട്രീറ്റ് എങ്ങനെയായിരുന്നു, അവരുടെ ഡ്രൈനേജ് സിസ്റ്റം എങ്ങനെയായിരുന്നു. അപ്പോൾ കറക്റ്റ് അക്യുറസി മെഷർമെൻറ്റ് അവർക്കുണ്ടായിരുന്നു. എത്ര ഇതിൽ നിന്ന് സീ ലെവലിൽ നിന്ന് ഹൈ എത്രത്തോളം, അതായത് അവർക്ക് എങ്ങനെ ഫ്ലഡ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര വലിയ വാൾ പണിയണം, എല്ലാത്തിനും ഒരു അക്യുറേറ്റ് മെഷർമെന്റ് ഉണ്ടായിരുന്നു. ഒന്നിൽ നിന്ന് ഒന്ന് നമുക്ക് വേർതിരിക്കാൻ പറ്റില്ല, കാരണം അതേപോലെ അക്യുറേറ്റ് ആയിരുന്നു. അപ്പോൾ ആ സമയത്തുള്ള ടെക്നോളജി എന്ന് പറയുന്ന ഒരു വണ്ടർ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ്. കാരണം മാസ് ആണെങ്കിലും ലെങ്ത് ആണെങ്കിലും ഇതൊക്കെ മെഷർ ചെയ്യാൻ അവർ ഉപയോഗിച്ചിരുന്ന ടൂൾ എന്ന് പറയുന്നത് ആ കാലത്ത് അങ്ങനത്തെ ഒരു ടൂൾ എന്ന് പറയുന്നത് നമുക്ക് ആലോചിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ടെക്നോളജി എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും മുന്നോട്ടായിരുന്നു. Harappans were among the first to develop a system of uniform weight and measure that conformed to successive scale. നമ്മുടെ ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻ സമയത്ത് നമുക്ക് കുറേ സ്കെയിൽ ആൻഡ് മെഷർമെൻറ്റ്സുകൾ കിട്ടിയിരുന്നു. അതായത് കറക്റ്റ് വെയിറ്റ് ആയിരുന്നു അതിൻ്റെ. നമുക്കിപ്പോൾ പണ്ടത്തെ വെയിറ്റുകൾ വെച്ച് നമുക്ക് ഇപ്പോഴത്തെ വെയിറ്റ് മെഷർ ചെയ്യാൻ പറ്റും, പക്ഷേ ആ കാലത്ത് അവർ വെയിറ്റ് മെഷർ ചെയ്തിരുന്നു. അതും കറക്റ്റ് അതിൻ്റെയൊക്കെ ഈക്വലൈസ്ഡ് ഇതുകളായിരുന്നു. അപ്പോൾ ആ സമയത്ത് എല്ലാത്തിനും യൂണിഫോം വെയിറ്റ്സ് ആയിരുന്നു എവിടെ യൂസ് ചെയ്ത്. നമ്മൾ ഇത്ര വലിയ സിവിലൈസേഷൻ എടുക്കുകയാണെങ്കിലും അവിടെ എല്ലായിടത്തും യൂണിഫോം വെയിറ്റ് സ്കെയിൽ സിസ്റ്റം ആയിരുന്നു. അതൊക്കെ ആ കാലത്തെ ടെക്നോളജിയാണ് അത്രത്തോളം ഡെവലപ്മെന്റ് കൊണ്ടുവരാൻ കാരണം. The smallest division, approximately 1.6 mm, was marked on an ivory scale found in Lothal, a prominent Indus Valley city in the modern Indian state of Gujarat. Lothal നമുക്കറിയാം ഗുജറാത്തിലാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ നമുക്ക് എന്ത് കാണാൻ പറ്റി, ഏറ്റവും സ്മോളസ്റ്റ് ഡിവിഷൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 1.6 mm ആ പറയുന്നത്. അതിൻ്റെ ഒരു ഐവറി സ്കെയിൽ നമുക്ക് കണ്ടെത്താൻ പറ്റി. അത് ലോത്തലിലാണ്, ഗുജറാത്തിലെ ലോത്തലിലാണ് നമ്മൾ കണ്ടെത്തിയത്. അപ്പോൾ ആ ഒരു മെഷർമെന്റിലേക്ക് എത്താൻ ഇപ്പോൾ നമുക്ക് സാധ്യമാണ്. അക്കാലത്ത് അത് ഇറ്റ്സ് ലൈക്ക് എ വണ്ടർ. It stands as the smallest division ever recorded on a Bronze Age scale. ഈ നമ്മൾ പറഞ്ഞ 1.6 mm എന്ന് പറയുന്ന മെഷർമെൻ്റ് ആണ് ഇതുവരെയായിട്ടും, അതായത് ബ്രോൺസ് ഏജ് കാലഘട്ടങ്ങളിലെ ഏറ്റവും സ്മോളസ്റ്റ് ഡിവിഷൻ, ഹോൾ വേൾഡ് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും സ്മോളസ്റ്റ് ഡിവിഷനായിട്ട് കണക്കാക്കുന്നത്. അത് നമ്മുടെ ഇൻഡസ് വാലി സിവിലൈസേഷനിലായിരുന്നു.
Another indication of an advanced measurement system is the fact that bricks used to build in the cities were uniform in size. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഓരോ വീടിൻ്റെ കൺസ്ട്രക്ഷൻ എടുത്താലും നമുക്ക് പറയാൻ പറ്റില്ല അത് ഓരോ വ്യക്തികളാണ് പണിതരുന്നതെന്ന്. കാരണം അതിൻ്റെ ബ്രിക്ക് സൈസ് എടുത്താലും അതിൻ്റെ വേ ഓഫ് ബിൽഡിംഗ് എടുത്താലും എല്ലാം ആക്യുറേറ്റ് ആയിരുന്നു. 1-2 വീടുകളല്ല, 100ഓളം വീടുകളാണ് ഒരു കമ്മ്യൂണിറ്റിയിൽ തന്നെ ഉള്ളത്. അങ്ങനെ എത്ര കമ്മ്യൂണിറ്റീസ് ഉണ്ട്, എല്ലായിടത്തും യൂണിഫോം ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് ഉണ്ടായിരുന്ന മെഷർമെൻറ്റ്സ്, ആ സമയത്ത് യൂസ് ചെയ്തിരുന്ന കാൽക്കുലേഷൻസ്, ദാറ്റ് ഈസ് ഓൾ എ ഡിഫറെൻറ്റ് തിങ്. ഇപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരേ മെഷർമെൻറ്റിലുള്ള വീടുകൾ കാണാൻ സാധിക്കില്ല. വേണമെങ്കിൽ നമുക്ക് റീക്രിയേറ്റ് ചെയ്യാം, എന്നാൽ പോലും അതേപോലത്തെ ഒരെണ്ണം റീക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. Harappans demonstrated advanced architecture with dockyard, granaries, warehouse, brick platforms and protective walls. നമ്മളിനിപ്പോൾ ഹരപ്പൻ സിവിലൈസേഷൻ ആർക്കിടെക്ചർ എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും? നമുക്കറിയാം, ഇപ്പം നമ്മൾ മെസപ്പൊട്ടോമിയ, ഈജിപ്റ്റ് ഒക്കെ എടുക്കുമ്പോൾ അവരുടെ വലിയ വലിയ മോണ്യുമെന്റ്സ് ഉണ്ടെങ്കിൽ പോലും നമ്മുടെ അവിടെ എന്തായിരുന്നു? നമ്മുടെ അവിടെ സിറ്റാഡലിൽ ഒരു 6 എന്തുണ്ടായിരുന്നു? നമുക്ക് ഇത് ഗ്രാനറീസ് ഉണ്ടായിരുന്നു, നമ്മൾ ഗ്രെയിൻസ് ഒക്കെ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് അതായത് ഗ്രെയിൻസ് സ്റ്റോർ ചെയ്യണമെന്നും അങ്ങനത്തെ ഒരു സ്റ്റോറേജ് സിസ്റ്റം വേണമെന്നും, അതേപോലെ ഡോക്യാർഡ്സ്, സാധനങ്ങൾ ട്രേഡ് നടത്താൻ അവിടേക്ക് ഡോക്യാർഡ്സ് ബിൽഡ് ചെയ്യുകയാണെങ്കിലും, അതേപോലെ തന്നെ വെയർ ഹൗസ്, ഈ ഡോക്യാർഡ്സിൽ വരുന്ന സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനാണെങ്കിലും, ഈവൻ അവരുടെ ഇത് സ്ട്രീറ്റ്സ് എടുക്കുകയാണെങ്കിൽ അവിടെ നമുക്കറിയാം ബ്രിക്സ് ആയിരുന്നു അവർ യൂസ് ചെയ്തിരുന്നത്. സ്മൂത്ത് ഫംഗ്ഷനിങ്, ഡ്രൈനേജ് ബിൽഡിംഗ് ആണെങ്കിലും, ഈവൻ ഫ്ലഡിൽ നിന്ന് അവർക്ക് പ്രൊട്ടക്ഷൻ വേണം എന്നുള്ള രീതിയിലൊരു ഗ്രേറ്റ് വാൾ പണിയുന്നതാണെങ്കിലും, എല്ലാം കൊണ്ട് അവരുടെ ആർക്കിടെക്ചർ എന്ന് പറയുന്നത് വാസ് ആൻ എക്സ്ട്രാവാഗന്റ് ആർക്കിടെക്ചർ. The ancient Indus system of sewerage and drainage developed and used in cities throughout the region were far more advanced than any found in contemporary urban cities in the Middle East and even more efficient than those in many areas of Pakistan and India today. അപ്പോൾ എന്താ അവർ കമ്പയർ ചെയ്യുന്നത്? ഇപ്പോഴത്തെ പ്രസൻറ്റ് പാകിസ്ഥാനോ ഇന്ത്യയോ അതേപോലെ മിഡിൽ ഈസ്റ്റ് എടുത്താൽ പോലും, നമുക്കറിയാം മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ നമ്മൾ ഏതൊരു സിവിലൈസേഷൻ എടുത്താൽ പോലും നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ ഡ്രൈനേജ് സിസ്റ്റം എന്ന് പറയുന്നത് അക്യുറേറ്റ് ആയിരുന്നു. ഒരു രീതിയിലും എവിടെയും ഒരു ഓവർഫ്ലോ അല്ലെങ്കിൽ ഒരു രീതിയിലും ഇത് ക്ലോഗ് വരാത്ത രീതിയിലൊരു ഡ്രൈനേജ് സിസ്റ്റം, പെർഫെക്റ്റ് ഡ്രൈനേജ് സിസ്റ്റം ആയിരുന്നു നമ്മുടെ. അവിടുത്തെ സിവേജ് വെച്ചിട്ട് നോക്കുമ്പോൾ ഒരു രീതിയിലും അസുഖങ്ങളും ഒരു ഇതും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഹെൽത്തിന് അവർ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു, അതേപോലെ തന്നെ അവരുടെ സേഫ്റ്റിക്ക് അവർ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. ഇതൊക്കെ കണക്കിലാക്കിയിട്ടാണ് അവരൊരു സീവേജ് സിസ്റ്റം കൊണ്ടുവരുന്നത്. കാരണം നമുക്കറിയാം, ആദ്യം അങ്ങനത്തെ ഒരു സിസ്റ്റം പണിതാലും നമുക്ക് അതിൻ്റെ മേലെ വീട് പണിയാൻ പറ്റുള്ളൂ. കാരണം എല്ലാ സിസ്റ്റവും താഴെക്കൂടെയാണ് പോകുന്നത്, വീടുകളിൽ നിന്ന് റൂട്ട് ഇട്ടിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ അവർ പ്രീ പ്ലാൻ ചെയ്തിരുന്നു അങ്ങനത്തെ ഒരു സിസ്റ്റം. And Harappans were thought to have been proficient in seal carving, the cutting of patterns into the bottom face of seal, and used distinctive seals for the identification of the property and to stamp clay on trade goods. അവരുടെ സീൽസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ്. കാരണം അവർ ഓരോ കാര്യങ്ങൾക്കാണ് അവർ ഓരോ സീൽ എടുത്തിരുന്നത്. ഇപ്പോൾ അവർ എക്സ്പോർട്ട് ചെയ്യുന്ന ഓരോ ഗുഡ്സിനും ഓരോ രീതിയിലുള്ള സീലുകളായിരുന്നു. ഇനിയിപ്പോൾ സീലുകളുടെ ഇതെടുക്കുകയാണെങ്കിൽ അതിൻ്റെ എഡ്ജ് കട്ടിങ് ആണെങ്കിലും അതിലുള്ള പാറ്റേൺസ് ആണെങ്കിലും എല്ലാം ഭയങ്കര അക്യുറേറ്റ് ആയിരുന്നു, എല്ലാം ഭയങ്കര ക്രിയേറ്റീവ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാവും അവരുടെ ആർട്ടിസൻസിൻ്റെ ക്രിയേറ്റീവ് മൈൻഡ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവും. Seals have been one of the most commonly discovered artifacts in Indus Valley city, decorated with animal figures such as elephant, tiger and water buffaloes. അപ്പോൾ നമ്മൾക്ക് എന്താണ് നമ്മളെ ഹരപ്പൻ അല്ലെങ്കിൽ ഇൻഡസ് വാലി സിവിലൈസേഷനിൽ കിട്ടിയിരിക്കുന്ന ആർട്ടിഫാക്ട്സിലെ ഏറ്റവും പ്രോമിനൻറ്റ് ആർട്ടിഫാക്ട് എന്ന് പറയുന്നത് സീൽസ് ആണ്. നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയിരിക്കുന്ന സീൽസ് ആണ്. അതിൽ എന്തൊക്കെ നമുക്ക് കാണാൻ പറ്റും? സീൽസിന് തന്നെ പല തരങ്ങളുണ്ട്. അതിൽ നമുക്ക് പല ഡെക്കറേഷൻസ് അല്ലെങ്കിൽ പാറ്റേൺസ് കാണാൻ പറ്റും. കൂടുതലും ആനിമൽ ഫിഗേഴ്സ് ആയിരുന്നു. എലിഫൻസ് ആയിട്ട്, ടൈഗേഴ്സ് ആയിട്ടും, പിന്നെ വാട്ടർ ബഫലോസ് ആയിട്ടും പല ഫിഗേഴ്സ് ഉണ്ടായിരുന്നു. അത് ഓരോ അതായത് സ്പെസിഫിക് ട്രേഡ്സുകൾക്കാണ് അത് ഉപയോഗിച്ചിരുന്നത്. Harappans also developed new techniques in metallurgy, the science of working with copper, bronze, lead and tin, and perform intricate handicrafts using products made of the semi-precious gemstone chameleon. അപ്പോൾ വേറെ എന്തൊക്കെയാണ് നമ്മളിതിൽ പറയുന്നത്? അതായത് നമ്മുടെ ഹരപ്പൻ സിവിലൈസേഷൻ ജസ്റ്റ് ആർക്കിടെക്ചറും ഇതിനും മാത്രമല്ല, അതുപോലെ തന്നെ അവർക്ക് മെറ്റലർജിയിലെ ടെക്നീക്സ്, അതായത് വളരെ ഡെവലപ്ഡ് ടെക്നീക്സ് ആയിരുന്നു. അതേപോലെ തന്നെ സയൻസിലാണെങ്കിലും, കാരണം കോപ്പർ, ബ്രോൺസ് എന്നൊക്കെ പറയും നമ്മുടെ, അതായത് ഇതൊക്കെ എന്ന് പറയുന്ന എലമെൻസ് ആണ്. ഈ എലമെൻസിനെയൊക്കെ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അത് ഫ്ലെക്സിബിൾ ആക്കുക എന്ന് പറയുന്നത് ദർ ഇസ് എ സയൻറ്റിഫിക് കോൺട്രിബ്യൂഷൻ. അങ്ങനെ നോക്കുകയാണെങ്കിൽ പോലും അവർ ആ രീതികളിലും അവർ വെൽ ഡെവലപ്ഡ് ആയിരുന്നു. അതേപോലെ തന്നെ
ഹാൻഡിക്രാഫ്റ്റ്സ് അവർ പല ഹാൻഡിക്രാഫ്റ്റ്സ് അവർ ഉപയോഗിച്ചിരുന്ന ജുവൽസ് ആണെങ്കിലും ഹാൻഡിക്രാഫ്റ്റ്സ് എടുത്താലും പലതും ഇമ്പോർട്ടഡ് ആയിരുന്നു, നമ്മുടെ ഇന്ത്യയിൽ അവൈലബിൾ അല്ലാത്തതായിരുന്നു. അതേപോലെ തന്നെ പല പ്രഷ്യസ് സ്റ്റോൺസുകളും അവിടെ യൂസ് ചെയ്തിരുന്നു. അതിലൊരു എക്സാമ്പിളാണ് കാമലിയൻ. അപ്പോൾ ഇങ്ങനത്തെ, അതായത് നമ്മളിപ്പോൾ ഹരപ്പൻ സിവിലൈസേഷൻ ഇൻ ഡീപ്പ് റൂട്ട്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് ലൈക്ക് എൻ എക്സ്ട്രാ വാഗൻ. വാട്ട് എവർ വാസ് ബാക്ക് ദെൻ ഇസ് സംതിങ് ബിയോണ്ട് അവർ ഇമാജിനേഷൻ എന്ന് പറയുന്ന ഒരു സിവിലൈസേഷൻ ആയിരുന്നു ഇൻഡസ് വാലി സിവിലൈസേഷൻ. അപ്പോൾ ഇന്ത്യയിൽ നമ്മൾ ലോകത്തിൽ തന്നെ എടുക്കുമ്പോൾ ടോപ്പ് സിവിലൈസേഷനിലെ വൺ ഓഫ് ദ മേജർ സിവിലൈസേഷൻ ആണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച ടെക്നോളജി ആണെങ്കിലും ക്രാഫ്റ്റ് ആണെങ്കിലും ആർട്ട് ആണെങ്കിലും നിങ്ങൾക്ക് നല്ലോണം മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ഇൻ ആ കമ്മിങ് അപ്പ് ക്ലാസ് വി വിൽ ബി കൺക്ലൂഡിങ് ദ ക്ലാസ് ഓഫ് ഹരപ്പൻ സിവിലൈസേഷൻ. ഇപ്പം തന്നെ നമ്മൾ 3-4 ചാപ്റ്റേഴ്സ് ആയി. അപ്പോൾ ഇനി ഒരു ഫൈനൽ ചാപ്റ്ററോട് കൂടി നമ്മൾ ഹരപ്പൻ സിവിലൈസേഷൻ കൺക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. സോ until we meet in the next video, all the best and prepare well.